ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ബാങ്കിങ് മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് ചെക്സ് ആർ ദർ ആസ് പെർ NI ആക്ട്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം എത്ര ടൈപ്പ് ഓഫ് ചെക്സ് ആണ് ഉള്ളത് എന്നാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം 11 ടൈപ്പ് ഓഫ് ചെക്സ് ആണ് ഉള്ളത്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്താണെന്ന് അറിയണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് അറിയണം, ചെക്ക് എന്താണെന്ന് അറിയണം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ പ്രോമിസറി നോട്ട് എന്താണെന്ന് അറിയണം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ചെക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് ചെക്സ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ഉള്ളതെന്ന് ചോദിച്ചാൽ 11 ടൈപ്പ് ഓഫ് ചെക്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ ഓഫ് സ്റ്റാർട്ടിംഗ് IDBI ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ എന്താണെന്നാണ്. 1964 IDBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ജൂനിയർ ക്ലർക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഒരുപാട് വേക്കൻസീസ് നമുക്ക് പല സംഘങ്ങളിലായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്യുവർലി സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. വീക്ക്ലി മിനിമം 3 hours എങ്കിലും ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വറി ഹാൻഡ്ലിംഗ് സെഷൻസ് ഉണ്ട്. അങ്ങനെ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് CSEB എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സ്പാൻഡ് CRR ഇൻ ബാങ്കിങ്. CRR എന്ന് പറയുന്നത് എന്താ? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. CRR ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. SLR എന്ന് പറയുന്നത് എന്താ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് വാസ് ദ ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദ SLR? SLRുമായിട്ട് ബന്ധപ്പെട്ട നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്താണെന്നാണ്. SLRുമായിട്ട് ബന്ധപ്പെട്ട നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ടു ബ്രിങ് ഇറ്റ് ഡൗൺ ഫ്രം 38.5 to 25%. അതായത് 38.5%ൽ നിന്നും 25%ലേക്ക് SLR ബ്രിങ് ഡൗൺ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്താണെന്നും എക്സ്ചേഞ്ച് ബാങ്ക് എന്താണെന്നും കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്താണെന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് എ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്? BSBD അക്കൗണ്ട് തുടങ്ങാൻ മിനിമം ആവശ്യമായിട്ടുള്ള ഡെപ്പോസിറ്റ് എത്രയാണെന്നാണ്. നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ്. മിനിമം ബാലൻസ് എന്താണ്? ആവശ്യമില്ല. BSBD അക്കൗണ്ട് അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ദ പേർപ്പസ് ഓഫ് ഡെപ്പോസിറ്ററി സർവീസ് റെൻഡേർഡ് ബൈ ബാങ്ക് റെൻഡർ ചെയ്യുന്ന ഡെപ്പോസിറ്ററി സർവീസസിൻ്റെ പർപ്പസ് എന്താണെന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാ? കളക്ടിങ് ഡെപ്പോസിറ്റ്, കളക്ടിങ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്, ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്താണ്? ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ് ഡെപ്പോസിറ്ററി സർവീസ്, ബാങ്ക് റെൻഡർ ചെയ്യുന്ന ഡെപ്പോസിറ്ററി സർവീസസിന്റെ മെയിൻ ആയിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ സോഴ്സ് ഫോർ പ്രോഫിറ്റ് ഓഫ് ദ ബാങ്ക് ഈസ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ സോഴ്സ് എന്താണെന്നാണ്? പ്രോഫിറ്റിനുള്ള മെയിൻ സോഴ്സ് എന്താണെന്നാണ്? ഇൻട്രസ്റ്റ് ഇൻകം ആണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ആൻ ഇൻകറക്റ്റ് വൺ അസോസിയേറ്റഡ് വിത്ത് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ്. SB അക്കൗണ്ടിൽ മൊബൈൽ ബാങ്കിങ് അലൗഡ് ആണ്. SMS അലേർട്ട് ഉണ്ടായിരിക്കും. ക്വിക്ക് മിക്സ്ഡ് കോൾ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടാവുമോ? ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് ഉണ്ടാവില്ല. കറണ്ട് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ബൈ ബാങ്ക്സ് ആർ. ബാങ്ക്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഏത് ഫെസിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണെന്നാണ്. നോൺ ഫണ്ട് ബേസ്ഡ്, ഫണ്ട് ബേസ്ഡ്, കണ്ടിജന്റ് ബേസ്ഡ്, നൺ ഓഫ് ദ ബോ. ഏതാണ്? ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ആണ്
ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ആണ്. നെക്സ്റ്റ് വൺ, നോമിനേഷൻ ഫെസിലിറ്റി ടു ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആർ അലൗഡ് ആസ് പെർ. നോമിനേഷൻ ഫെസിലിറ്റി അലൗ ചെയ്യുന്നത് ഏത് പ്രകാരമാണ്? KCS ആക്ട്, കോൺട്രാക്ട് ആക്ട്, RBI ആക്ട്, BR ആക്ട്. BR ആക്ട് പ്രകാരമാണ് നോമിനേഷൻ ഫെസിലിറ്റി, ഡെപ്പോസിറ്റ്സിന് നോമിനേഷൻ ഫെസിലിറ്റി അലൗ ചെയ്യുന്നത് BR ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ് വൺ, വേർ എ ഗാർഡിയൻ ഈസ് അപ്പോയിന്റഡ് ബൈ കോർട്ട് ദ മൈനർ അറ്റൈൻ മെജോറിറ്റി ഓൺ കംപ്ലീഷൻ ഓഫ് ഡാഷ് ഇയർ ഓഫ് ഏജ്. എത്രയാണ് മെജോറിറ്റി? 18 ഇയേഴ്സിലാണ്. അപ്പോൾ അതുവരെ കോർട്ട് എന്ത് ചെയ്യാണ്? ഒരു ആളെ ഗാർഡിയൻ അപ്പോയിന്റ് ചെയ്യും. ഗാർഡിയനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മൈനർക്ക് 18 ഇയേഴ്സ് ആവുന്ന സമയത്ത് അവർക്ക് എന്താണ് ഉള്ള പവേഴ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം വേർ എ ഗാർഡിയൻ ഈസ് അപ്പോയിന്റഡ് ബൈ കോർട്ട് ദ മൈനർ അറ്റൈൻസ് മെജോറിറ്റി ഓൺ കംപ്ലീഷൻ ഓഫ് 18 ഇയേഴ്സ് ഓഫ് ഓൾഡ്. നമ്മുടെ CSEB എക്സാമിൻ്റെ കാര്യം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. കേരഫെഡ് അക്കൗണ്ടന്റ് എക്സാംസും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പരീക്ഷയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 പരീക്ഷകൾ വന്നു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങും മാത്രമേ നമുക്ക് എന്താണ്, അക്കൗണ്ടിങ്ങും GK ഇംഗ്ലീഷ് മാത്സ് മാത്രമേ നമുക്ക് എന്താണ് അധികമായിട്ട് വരുന്നുള്ളൂ. കോർപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ബാങ്കിങ്ങും നമുക്ക് കേരഫെഡിനും അതുപോലെ തന്നെ CSEBക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് കേരഫെഡ് അക്കൗണ്ടന്റ് എക്സാമും CSEBയും നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനും നമ്മൾ 75 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ്, അതായത് JCIക്കും കേരള ബാങ്കിനുള്ള അതേ സിലബസ് തന്നെയാണ് ഈ കേരഫെഡ് അക്കൗണ്ടന്റിനും. അപ്പോൾ ആ സിലബസിൽ ഊന്നിയ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കേരഫെഡിൻ്റെ എക്സാമിന് JCIയും കേരള ബാങ്കും പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫെബ്രുവരി 22-ാം തീയതിയാണ് നമ്മുടെ എക്സാം. അതുകൊണ്ട് അധികം ടൈമില്ല, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. RBI റെഡ്യൂസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് ചെക്ക് ഫ്രം 6 months to 3 months വിത്ത് എഫക്ട് ഫ്രം. അതായത് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ്. അപ്പോൾ ആദ്യം 6 months ആയിരുന്നു. ആ 6 months നിന്ന് 3 months ആക്കിയത് എന്ന് മുതലാണെന്നാണ് 1st April 2012 മുതലാണ് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 months ആക്കിയത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് CSEB എക്സാംസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബാങ്കിങ് മേഖലയിലെ ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്